ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ നമ്മുടെ CKLയുടെ സൈറ്റിൽ നീറ്റ് 2026ൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ കീമിന് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ വേറെ ഏതെങ്കിലും അക്ഷയയിലുള്ളവരോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സോ ഒക്കെ മിസ്ലീഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഒരു റിലയബിൾ സോഴ്സായിട്ട് കാണാം. കാരണം ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എൻ്റെ പേര് ശില്പ. ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണേ. കഴിഞ്ഞ വർഷം ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ വർഷം ഞാൻ കഴിഞ്ഞ വർഷം ആപ്ലിക്കേഷൻ ചെയ്തൊരു കോൺഫിഡൻസിലാണ് എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏകദേശം ഒരു 100+ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10-15 ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അക്ഷയയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ ഇരുന്നൊന്ന് നോക്കി ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഒരു തെറ്റ് വരുത്താതെ അവർ ചെയ്യുന്നതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാനോ ഒക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ നമുക്ക് ആ ഒരു PDF ഒക്കെ ഒന്ന് കറക്റ്റ് ഫോമാറ്റിലാക്കണം. അതായത് നമ്മളിപ്പം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമല്ലോ. അപ്പം സ്കാനറും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ PDF അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് CKLയുടെ സൈറ്റ്. നമ്മൾ CKLയുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു വിൻഡോ ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ അവിടെ കീം 2026 ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾക്ക് വേറൊരു ഫേസ് ഓപ്പൺ ആവുന്നുണ്ട്. അവിടെ ഏറ്റവും താഴെ രജിസ്റ്റർ ഹിയർ കണ്ടോ, അവിടെയാണ് നമ്മൾ കീമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടുന്നത്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ എനിക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ ഓൾറെഡി January 5 മുതൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 31 വരെയാണ്. അതായത് January 31 വരെ നമുക്ക് കീം അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ അതായത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം February 7 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നല്ല, February 7 വരെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് കീം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കീം അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് വേണം, നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പോൾ നിങ്ങൾ ഒരു OBC ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ ക്രീമി ലെയർ വേണം. അതായത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണം വില്ലേജ് ഓഫീസറിൻ്റെ. പിന്നെ നിങ്ങളൊരു SC/ST കാറ്റഗറിയിൽ പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താലൂക്ക് ഓഫീസറിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയൊക്കെയാണെന്ന് പറയാം. നമ്മൾ ഇത് 5 സ്റ്റെപ്പിൽ 4 സ്റ്റെപ്പിലായിട്ടാണ് നമ്മുടെ രജിസ്ട്രേഷൻ. ആദ്യം നമുക്കിതിന് വേണ്ടുന്നത് ഒരു മൊബൈൽ നമ്പർ വേണം, ഒരു ഇമെയിൽ ID വേണം. ഈ മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ആക്റ്റീവായിട്ടുള്ളതായിരിക്കണം. കാരണം നമുക്കിപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിന് എന്തെങ്കിലും എററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മെയിൽ IDയിലായിരിക്കും നമുക്ക് മെയിൽ വരുന്നത്, അതുപോലെ മെസ്സേജ് വരുന്നത്. ഇപ്പം ഇപ്പോൾ നമ്മളുടെ ഇനിയിപ്പോൾ 7-ാം തീയതി വരെയാണ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ആവുമോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്കായിരിക്കും നമ്മളുടെ മെസ്സേജും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ആക്റ്റീവായിട്ടുള്ളൊരു നമ്പർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇനി ഒരു മെയിൽ IDയും നമ്മുടെ ഫോൺ നമ്പറും ഒക്കെ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുന്നു. നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യുന്നു. നമ്മളുടെ റിസർവേഷൻ ഡീറ്റെയിൽസും നമ്മളുടെ ഫാമിലി ഇൻകവും നമ്മളുടെ പേരൻസിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ എൻ്റർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ ഫീസ്. ഈ ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ ഓൺലൈനായിട്ടാണ് അടയ്ക്കുന്നത്. അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഇതിനും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ്സിൻ്റെ കൂടെ നമ്മളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ടിട്ട് അത് അപ്ലോഡ് ചെയ്യണം. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. നോൺ ക്രീമി ലെയർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ താലൂക്ക് ഓഫീസറിൻ്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള SC/ST സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ നമ്മളുടെ 12th സർട്ടിഫിക്കറ്റ്, അതായത് ഇപ്പം അപ്ലൈ ചെയ്യുന്ന കൊച്ചുങ്ങളൊന്നും 12th പാസ് ഔട്ട് ആയവരായിരിക്കത്തില്ല. കാരണം 12th ഓൺഗോയിങ് സ്റ്റുഡൻസും അപ്ലൈ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ രജിസ്റ്റർ നമ്പർ മാത്രം മതി. 12th രജിസ്റ്റർ നമ്പർ നമുക്ക് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അക്ഷയയിൽ പോയി ചെയ്യുവാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവർ എൻ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ പക്കയായിട്ടാണോ. അതായത് ഇപ്പോൾ നമ്മൾ അക്ഷയയിലോട്ട് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടുന്നത് ആ ഒരു യൂസെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ വരുമല്ലോ. അപ്പോൾ കുറച്ച് പേർക്ക് വേണമെങ്കിൽ ഞാൻ ആപ്ലിക്കേഷൻ വെച്ച് തരാം. ഞാനൊരു ചെറിയ ഫീ ഈടാക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്തു തന്നു കഴിഞ്ഞാൽ അതെന്താണെന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 100 rupees ഫീസ് നിങ്ങൾ തരാമെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വെച്ച് തരാം. അപ്പോൾ നമുക്ക് ഈ ഇമേജിനൊക്കെ ഒരു സൈസ് ഉണ്ട്. അതിന് പിക്സൽ കറക്റ്റ് ചെയ്യുന്ന കുറച്ച് ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് തന്നെ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അത്ര ഉള്ളടാ. ടാറ്റ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആപ്ലിക്കേഷനൊക്കെ വെച്ച് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴത്തെ നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ.